നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബാബു ഒന്ന് വന്നേ. സർ. ബാബു, ഈ മനോഹരന്റെ പേരിൽ ഒരു പ്രോമിസറി നോട്ട് തയ്യാറാക്കണം. പിന്നെ അക്കൗണ്ട്സിൽ നിന്ന് ഒരു 10 രൂപ 10 lakhs ഇവിടെ കൊടുക്കും. മനോഹര, തിരിച്ചറിയൽ കാർഡും ചെക്ക് ലീഫും തരും. അല്ല മനോഹര, നിത്യമോളുടെ കല്യാണം എന്തായി? അതേതാണ്ട് പറഞ്ഞുറപ്പിച്ചു വെച്ചിരിക്കും. ഓ, ആ പയ്യനെയാണോ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്? അത് പിന്നെ അവൻ വാടകയ്ക്ക. എന്നാലും കല്യാണത്തിന് മുമ്പ് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പുതിയ പിള്ളേരും പുതിയ കാലമൊക്കെ അല്ലേ. പിന്നെ പഴമക്കാർക്ക് പറയുന്നതിന് ഒരു പരിധിയുണ്ടേ. സർ, ഇവിടെ നോക്കണം. ബാബുവിന്റെ കൂടെ ചെല്ല്, അക്കൗണ്ട്സിൽ നിന്ന് പണം തരും. പിന്നെ മനോഹര, തീയതി മറക്കല്ലേ. ഓ, ഇന്നേക്ക് 1 മാസം, ഇല്ലെങ്കിൽ പലിശ ഇരട്ടിയാവും. മറക്കില്ല ശശാങ്ക, ഉറപ്പ്. അത് മതി. എന്നാ ശരി. ബാബു സർ, ഇത്രയും പണം കൊണ്ട് മനോഹരനെ ഒറ്റയ്ക്ക് വിടണ്ട. താനും കൂടെ പൊക്കോ. ഞാൻ സേഫായി കൊണ്ടുവിട്ടോളാം സർ. ശരി. ശശാങ്ക, ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ. ഭാവി അമ്മായിയച്ഛൻ ഭാഗ്യമായി വിളിക്കുന്നു. എടുക്ക് ശരത്തെ ഫോൺ. പൊന്നു മോനെ, ഈ പൊട്ടം ഫാമിലിയാണ് നിന്റെ ഐശ്വര്യം. ഹലോ അച്ഛ. ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്യണം അച്ഛ. സംഗതി ഓക്കെ ആയോ? ദൈവമേ, അച്ഛൻ എന്റെ അഭിമാനം രക്ഷിച്ചു. ശരി അച്ഛ. ഇനി ആ പൊട്ടന്റെ മോളെ വിളിക്കാം. ഹലോ ശരത്തേട്ടാ, എന്തായി? പൊന്നു മോളെ, അച്ഛൻ വീണ്ടും ഞെട്ടിച്ചടി. എന്ന് വെച്ചാലേ കാശ് സംഘടിപ്പിച്ചു തന്നെന്ന്. ശരിക്കും? ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ എങ്ങനെയെങ്കിലും സഹായിക്കുമെന്ന്. നിന്റെ അച്ഛൻ പൊന്നപ്പനല്ലടി, തങ്കപ്പനാ തങ്കപ്പൻ. എന്തായാലും പൊന്നുമോക്കൊരു വില്ല സ്വന്തമാവാൻ പോവുകയല്ലേ. നിത്യയ്ക്കും ശരത്തിനും അവരുടെ പിഞ്ചോമനകൾക്കുമായി ഒരു പ്രീമിയം വില്ല. ഒന്ന് പോയി ശരത്തേട്ടാ, രാവിലെ കൊഞ്ചാൻ നിൽക്കുന്നു. രാവിലെ തന്നെ ആ കാശങ്ങ് കൊണ്ട് കൊടുക്കാൻ നോക്ക്. ശരി, നീ വെച്ചോ. ബാക്കി കിന്നാരം വീട്ടിൽ വെച്ചിട്ട്. ഇതാ രാജ? ഇത് ഫൈനാൻസിയേഴ്സിലെ ആളാ, ബാബു. ഓ, അച്ഛൻ എനിക്ക് പണം തരുന്നതിന് സാക്ഷിയാൻ വന്നതായിരിക്കും അല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. സാറ് പ്രായമായ ആളല്ലേ. ഇത്രയും പണമായിട്ട് ഒറ്റയ്ക്ക് വിടണ്ടാതെ മാനേജർ പറഞ്ഞു. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞു കേട്ടോ. ചേട്ടാ, ഞങ്ങൾ അച്ഛനും മകനും ഇവിടെയല്ലേ, ഇങ്ങനെ ചില തമാശകളൊക്കെ ഉണ്ടാവാറുണ്ട്. ആയിക്കോട്ടെ സാറേ, ഞാൻ അങ്ങോട്ട്. ചെല്ലു ബാബു, ഒരുപാട് നന്ദിയുണ്ട്. ഓ, നന്ദിയൊന്നും വേണ്ട സാർ. ഇത് 10 ലക്ഷം രൂപയുണ്ട്. മുടിഞ്ഞ പലിശയാ. 45 ദിവസത്തെ അവധി പറഞ്ഞ വാങ്ങിച്ചേ. അത് കഴിഞ്ഞാൽ പിഴപ്പലിശ വരും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുന്നേ. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു കൊടുക്കും. 15 ദിവസത്തെ പലിശ നമ്മൾ കൂടെ നൽകുകയും ചെയ്യും. ഒരു കോംപ്ലിമെന്ററി ഇൻട്രസ്റ്റ്. അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ ശരത്ത് ഞാനിതൊക്കെ ചെയ്യുന്നത്. പിന്നെ എൻ്റെ നിത്യമോളെ ഓർമ്മ.
വിദ്യയ്ക്ക് വേണ്ടിയില്ല അച്ഛ ഞാൻ ജീവിക്കുന്നത് തന്നെ. ആ എന്നാ പിന്നെ ശരത്ത് വിട്ടു, സമയത്ത് കൊണ്ട് പൈസ കൊടുക്കും. അരമണിക്കൂർ കഴിഞ്ഞ് രാഘുകാലം തുടങ്ങും. അച്ഛൻ വരുന്നില്ലേ? ഇല്ല, എനിക്ക് നമ്മുടെ ആ കൃഷി ഓഫീസർ ജോൺ സാറിനെ ഒന്ന് കാണാം. ഇവിടെ അടുത്തൊരു സൈറ്റ് ഇൻസ്പെക്ഷൻ വരും, അദ്ദേഹത്തെ ഒന്ന് കാണാം. എന്നാ ശരി അച്ഛ. ശരി. വിവരങ്ങൾ കിട്ടും. പൊന്നുമണിയിലേക്കുള്ള ദൂരം അടുത്തുകൊണ്ടിരിക്കുക. ഡോക്ടർ, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. ദേവിക മോള് ധൈര്യമായിട്ട് ചോദിച്ചു. നിരഞ്ജൻ സാറ് എന്ത് തെറ്റായിട്ട് ധരിക്കുക? അല്ല ഡോക്ടർ, ഈ 3 വർഷവും പോലീസും സൈബർ സെല്ലും ഒക്കെ അന്വേഷിച്ചിട്ട് മാൻ മിസ്സിംഗ് കേസുകൾ പോലീസ് അന്വേഷിക്കും. കുറച്ചു കഴിയുമ്പോൾ വീട്ടുകാർ തണുത്തുറഞ്ഞ് ഉപ്പുകട്ടി പോലെയാവും. പോലീസ് പതുക്കെ ഫയൽ മാറ്റിവെക്കും. അവർക്ക് ഡേ ടു ഡേ റൊട്ടീൻ പല കാര്യങ്ങളും ഉണ്ടല്ലോ. ആലപ്പുഴയിൽ നിന്നും രാഹുൽ എന്നൊരു കുട്ടിയെ കാണാതായി. എത്ര വർഷമായി? ജസ്ന എന്നൊരു പെൺകുട്ടിയെ കാണാതായി. എവിടെ പോയി? CBI വരെ വന്നില്ലേ? പക്ഷേ വേണ്ടപ്പെട്ടവർ അന്വേഷിച്ചാൽ ഓരോ ചുവടിലും ബന്ധത്തിന്റെ ചോര പശിമയുണ്ടെങ്കിൽ നമുക്ക് ചുവട് പിടിച്ച് കണ്ടെത്താൻ കഴിയും. കുറച്ച് കുറ്റബോധം എനിക്കുണ്ട്. എന്റെ ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ, എന്റെ വ്യക്തിപരമായ ടെൻഷനുകൾക്കിടയിൽ ശങ്കരമാമന്റെ ഹൃദയമിടിപ്പിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ എനിക്ക് പറ്റിയില്ല. അച്ഛനില്ലാതെ പോയപ്പോഴും എന്നെ കൈപിടിച്ച് നടത്തിയ ആളാ. എന്റെ വിജയങ്ങളിൽ ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള ആളാ. അതൊന്നും സാരാക്കണ്ട സാർ. ഇപ്പൊ മുതലും പലിശയും ചേർത്ത് സ്നേഹവും കടപ്പാടും തിരിച്ചു കിട്ടാൻ പോണ അവസരം. അതാണ് പൊന്നുമണി. കണ്ടെത്തണം നമ്മൾ. കണ്ടെത്തും. സൈബർ വിങ്ങിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, ഒരു ബാബുജി ആന്റണി. ബാബു ആന്റണിയോ? ബാബു ആന്റണി അല്ല, ബാബുജി. സൈബർ ഡോമിലെ മിടുക്കന, നല്ല ഒന്നാന്തരം ട്രാക്കർ ഹാക്കർ. നമുക്ക് കിട്ടിയ വിവരങ്ങളും നമ്പറും ഒക്കെ ഞാൻ ബാബുജിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. മാൻ മിസ്സിംഗ് കേസുകളുടെ പിന്നാലെ പോകാൻ ഉസ്താദാണവൻ. ഞങ്ങൾ തമ്മിൽ ജ്യേഷ്ഠാനുജ ബന്ധം. ഇപ്പൊ എത്രയായി കാണും? ബാബുജിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാനാ ഞാൻ ഇവിടെ നിന്നത്. ആ ബാബുജി, നിങ്ങൾക്ക് 100 ആയുസ. ഇപ്പറടിച്ചാലും നിങ്ങൾ ചാവത്തില്ല. ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ. ആ പോര് പോര്, കണ്ടോ? ഹായ് സാർ. ഹായ്. ഓട്ടോ പറഞ്ഞു വിട്ടോ, കുറച്ച് സംസാരിക്കാനുണ്ട്. ഹായ്. ഹായ്. സൈബർ പുലിയാ ബാബുജി. ബാബു ആന്റണി അല്ല, ബാബുജി ആന്റണി. ബാബുജിയുടെ അച്ഛൻ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കുറച്ചുനാൾ നമ്മുടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ബാബുജിയുമായിട്ടുള്ളത് ആ പരിചയം. അച്ഛന് സുഖമല്ലേ? സുഖമാണ് സാർ. എപ്പോഴും സാറിന്റെ കാര്യം പറയാറുണ്ട് സാർ. സാറ് തന്നെ നമ്പറിന്റെ പിന്നാലെ ഞാൻ വിശദമായിട്ടൊന്ന് പോയി. അന്വേഷണം ഔട്ട് ഓഫ് ദ വേ ആയതുകൊണ്ട് കടമ്പകൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. എന്നിട്ട്